അപ്പൊ ഇന്നത്തെ എന്റെ പരിപാടി എന്താണെന്ന് വെച്ചാലുണ്ടല്ലോ, എന്റെ കയ്യിലിരിക്കുന്നത് എന്ത് സാധനം അറിയാം. എന്റെ കയ്യിലിരിക്കുന്നത് ചിയാ സീഡ്സ് ആണ് ഇരിക്കുന്നത്. അപ്പൊ ഞാൻ മിക്ക ദിവസവും ചിയാ സീഡ്സ് ഞാൻ കഴിക്കാറുണ്ട്, പല തരത്തിലും കഴിക്കാറുണ്ട്. അപ്പൊ ഇതൊരു ഫുള്ള് ഇത് കവർ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ ഞാൻ ചിയാ സീഡ്സ് കഴിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ട് കുറച്ച് നാളായിട്ടുണ്ട്, ഇതിപ്പോ കഴിയാറായിട്ടുണ്ട്. അപ്പൊ ചിയാ സീഡ്സിന്റെ ഇപ്പൊ കുറെ വീഡിയോസുകളൊക്കെ ഇപ്പൊ യൂട്യൂബിൽ വരുന്നുണ്ട്. നിങ്ങൾ കുറെ വീഡിയോസുകളൊക്കെ കണ്ടേക്കുന്നതായിരിക്കും. പിന്നെ ചിലപ്പോൾ നിങ്ങൾ സ്ഥിരമായിട്ട് കഴിക്കണവരായിരിക്കാം. ഇപ്പോഴും ചിയാ സീഡ്സ് നല്ലതാണല്ലോ പറയുന്നത്, കണ്ടമാനം ഫൈബർ ഉണ്ട്, കാൽസ്യം ഒക്കെ ഉണ്ടെന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ചിയാ സീഡ്സ് കഴിക്കണേന്നുള്ളത് ഞാൻ 2-3 തരത്തിൽ ഞാൻ ഉണ്ടാക്കി കഴിക്കാറുണ്ട്. അപ്പോൾ ഞാൻ എങ്ങനെ കഴിക്കണേന്നുള്ളത് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഞാൻ സ്മൂത്തി ആയിട്ട് ഉണ്ടാക്കും, പിന്നെ ജ്യൂസായിട്ട് ഉണ്ടാക്കും, പിന്നെ നമുക്ക് പുട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ പുട്ടിൻ്റെ പൊടിയിൽ മിക്സ് ചെയ്തിട്ട് അങ്ങനെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് കഴിക്കാം. പിന്നെ നമുക്ക് നമ്മൾ ഈ നട്ട്സ് ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ട് നമുക്ക് ബോളാക്കിയിട്ട് ഉരുട്ടിയിട്ട് വെച്ചിട്ട് അങ്ങനെ കഴിക്കില്ലേ, അങ്ങനെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയും കഴിക്കാം. അപ്പം ഫസ്റ്റ് നമുക്ക് ഈ ബോളാക്കിയിട്ടുള്ളത് കഴിക്കാം. വേറെ നട്ട്സും പിന്നെ ഈന്തപ്പഴമൊക്കെ ചേർത്തിട്ടുണ്ട് അത് റെഡിയാക്കുന്നത്. അതാകുമ്പോൾ നമുക്ക് കുറേ നാൾ നിങ്ങൾക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് വെക്കും, ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പോൾ അത് കേടുവരില്ല. അപ്പോൾ എല്ലാ ദിവസവും അത് ഓരോന്നെടുത്ത് കഴിച്ചാൽ മതി. ഫസ്റ്റ് നമുക്ക് റെഡിയാക്കാം. ഇപ്പോൾ നമ്മുടെ ചിയാ സീഡ്സ് ഇതാട്ടോ നമ്മുടെ ചിയാ സീഡ്സ് എന്ന് പറഞ്ഞ സാധനം. ഓക്കെ, ഇത് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കട്ടി പോലെ ഇതേപോലെ അങ്ങനെ കിട്ടും. ഇത് ഞാനിവിടെ വെള്ളത്തിലിട്ട് വെച്ചേക്കുന്നത് കണ്ട. ഇതിപ്പോൾ ഞാൻ വെള്ളത്തിലിട്ടിട്ട് ഇപ്പോൾ ഇത് 2 മണിക്കൂറായിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചിയാ സീഡ്സ് വെച്ചിട്ട് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബോളായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ എടുക്കട്ടെ. അപ്പോൾ ഞാനിവിടെ ബദാം എടുത്തിട്ടുണ്ട്. ബദാം നമ്മളിതാ ഇത്രയ്ക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ കാഷ്യൂ ഒരുപാട് ചേർക്കണ്ട കേട്ടോ. എപ്പോഴും ബദാമാണ് നല്ലത്, ബദാം കൂടുതൽ ചേർത്താൽ മതി. കാഷ്യൂ ഇതാ ഇത്രയ്ക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ ഈന്തപ്പഴം അത് കൂടുതൽ ചേർക്കട്ടെ. അതാണ് നമ്മുടെ ഈ ബോളിന് നമുക്കൊരു ബൈൻഡിങ് കൊടുക്കുകയും പിന്നെ നമുക്ക് കുറച്ചൊരു മധുരമൊക്കെ വേണമല്ലോ കഴിക്കുമ്പോൾ. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈന്തപ്പഴം. പിന്നെ അടുത്തത് മെയിനായിട്ടുള്ള നമ്മുടെ ചിയാ സീഡ്സ് കൂടുതൽ ഇടണം കേട്ടോ. ഞാനപ്പോൾ ഇവിടെ 1 കപ്പ് ചിയാ സീഡ്സ് എടുത്തിട്ടുണ്ട്. അതും കൂടിയിട്ട് നമ്മൾ ഈ ജാറിലേക്ക് ഇടാട്ടെ. ഇതെല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് പൊടിച്ചിട്ടെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ മിക്സിയിൽ ഇട്ടിട്ട് നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് പകർത്താം. ഇനി നമ്മൾ എടുക്കുന്ന പ്ലേറ്റും പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കുന്ന സ്പൂണൊക്കെ നമ്മളിട്ട് ഇളക്കുമ്പോൾ ഒന്നിലും വെള്ളം പാടില്ല കേട്ടോ. വെള്ളം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ എടുത്ത് വെക്കുമ്പോൾ ചിലപ്പോൾ എല്ലാ പൂപ്പലൊക്കെ തന്നെ ഇതിനകത്ത് പൂപ്പലോന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റില്ല. കാരണം ഇതിൻ്റെ കളറ് അതേപോലത്തെ ഒരു കളറാണല്ലോ. അപ്പോൾ എല്ലാ സാധനവും വെള്ളം കളഞ്ഞിട്ട് തുടച്ചിട്ട് എടുക്കണം കേട്ടോ പ്ലേറ്റൊക്കെ ആയിരുന്നാൽ. ഞാൻ നോക്കിക്കേ, ഇപ്പോൾ നമ്മൾ അതെല്ലാം കൂടിയിട്ട് നമ്മളൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങളിത് പൊടിച്ചെടുത്ത് കഴിയുമ്പോഴേ നിങ്ങൾ കയ്യിൽ വെച്ചിട്ട് ഒന്ന് നോക്കാം നിങ്ങൾക്ക് ഇങ്ങനെ ബോളാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടോയെന്ന്. ബോളാക്കാൻ വേണ്ടിയിട്ട് പറ്റണില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതനുസരിച്ചിട്ട് ഈന്തപ്പഴം ചേർത്തോടണം കേട്ടോ. ഈന്തപ്പഴമാണ് ഇതിന് ബൈൻഡിങ് കൊടുക്കുന്നതേ. ഇതിപ്പോൾ നോക്കിക്കേ ഒരു കറക്റ്റായിട്ടുണ്ട്. പിന്നെ കുറേ അങ്ങോട്ട് ചേർക്കണ്ട. എനിക്ക് എന്നാലും ഒരുപാട് മധുരം ഇഷ്ടമില്ല. ഇനിയിപ്പോൾ നല്ല മധുരം വേണ്ടവർക്ക് അതനുസരിച്ചിട്ട് ഈന്തപ്പഴം കൂടുതൽ ചേർക്കുക. ഇതിപ്പോൾ ഒരു കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാനുണ്ടല്ലോ നമുക്ക് ഒന്ന് കഴിക്കുമ്പോൾ ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും നട്ട്സുകൾ എന്തെങ്കിലും കൂടി ഇടയ്ക്ക് ഒന്ന് കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ബദാമും പിന്നെ കശുവണ്ടിയും കൂടിയിട്ട് ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനകത്ത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്താട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സുകൾ ചേർക്കുക. ഇനിയിപ്പോൾ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏലക്കായ പൊടിച്ചത് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ചേർക്കാം. പക്ഷേ ഇപ്പോൾ നമുക്ക് ഏലക്കായൊക്കെയും ഓക്കെ ഇങ്ങനെ മരുന്ന് അടിച്ചൊക്കെയാണല്ലോ കിട്ടുക. പിന്നെ അത്രയ്ക്ക് നല്ല ഓർഗാനിക്കൊക്കെ കിട്ടാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏലക്കായ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏലക്കായ പൊടിച്ചത് ഒരു ഇത്തിരി ഏലക്കായുടെ പൊടിയും കൂടിയിട്ട് ചേർക്കാം. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. പക്ഷേ ഇത് ഇങ്ങനെയാണെങ്കിലും ഇപ്പോൾ നല്ല രുചി അത് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് വാൾനട്ട് ചേർക്കാം, പീക്കൺ ചേർക്കാം, അതൊക്കെ ചേർക്കാം. പീക്കൺ വാൾനട്ട് എൻ്റെ അടുത്ത് ഇരിക്കുന്നുണ്ട്. പക്ഷേ വാൾനട്ട് അങ്ങനെ ഇതിൻ്റെ കൂടെ പൊടിച്ചിട്ട് ചേർക്കുമ്പോൾ എനിക്ക് അതിൻ്റെ ടേസ്റ്റ് അത്രയ്ക്ക് ഇഷ്ടമില്ല. പിന്നെ ക്രാൻബെറി ചേർക്കുക. ഞാനും ക്രാൻബെറി മനസ്സോടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ
ഞാൻ ആദ്യമൊക്കെ ക്രാൻബെറി എപ്പോഴും എടുത്ത് കഴിക്കാറുണ്ടായിരുന്നു. പിന്നെ ഞാൻ അതിനകത്ത് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കിയപ്പോൾ അതിനകത്ത് അവർ നന്നായിട്ട് എക്സ്ട്രാ പഞ്ചസാര ചേർക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ക്രാൻബെറി ഞാൻ അങ്ങനെ കഴിക്കാറില്ല. ഒരുപാട് വലിയ ബോളാക്കാണ്ട് ഇങ്ങനെ ഓരോ ചെറിയ ചെറിയ ബോളാക്കിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒറ്റയടിക്ക് വായിലേക്ക് എടുത്തിടാൻ വേണ്ടിയിട്ട് എളുപ്പമാണ്. എൻ്റെ ആ ബൈൻഡിങ് നമുക്ക് കറക്റ്റായിട്ടുണ്ട്. കണ്ട ഇതാ നോക്കിക്കേ, വെള്ളാനെ നമ്മൾ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ചിയ സീഡ്സും പിന്നെ നട്ട്സൊക്കെ വെച്ചിട്ടുള്ള നമ്മുടെ ബോൾ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ബാറ് പോലെ നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയും കട്ട് ചെയ്തിട്ട് എടുക്കട്ടെ. അത് ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ട് അതേപോലെ ഒരു ഒതുക്കുള്ള എന്തെങ്കിലും ഒരു പാത്രം എടുക്കുക. എന്നിട്ട് അതിനകത്ത് ഇത് വെച്ചിട്ട് നന്നായിട്ട് ഒരു സ്പാച്ചിൽ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് നന്നായിട്ട് ഒന്ന് അമർത്തി ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് പീസായിട്ട് ഇങ്ങനെ ബാറിൻ്റെ ഷേപ്പ് ഉണ്ടല്ലോ, അങ്ങനെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ട് എടുക്കട്ടെ. പിന്നെ അത് റെഡിയാക്കിയിട്ട് എടുക്കുമ്പോൾ ഇതേപോലെ ചെറിയ ചെറിയ ബോളാക്കിയിട്ട് എടുക്കുക. അപ്പോൾ നമുക്ക് ദിവസത്തെ എടുത്തിട്ട് ഓരോന്ന് കഴിക്കാം. അപ്പം ഞാൻ അടുത്തത് നമുക്ക് റെഡിയാക്കാം. ലാസ്റ്റ് ഞാൻ കഴിച്ച് നോക്കിയിട്ട് ടേസ്റ്റ് പറയട്ടെ. അത് ഞാൻ സ്ഥിരം കഴിക്കുന്നതാണ്, നിങ്ങൾക്ക് പിന്നെ അറിയാലോ ഇതിന് എന്തായാലും നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ അതിനകത്ത് ചേർത്തേക്കുന്നതൊക്കെ നല്ല ടേസ്റ്റുള്ള സാധനങ്ങളാണല്ലോ. അപ്പോൾ ഈ അടുത്തത് നമ്മൾ റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോണത് ക്യാരറ്റ് ചേർത്തിട്ടുള്ള ഒരു ജ്യൂസായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോണത്. അപ്പോൾ നമുക്കത് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഈ ക്യാരറ്റ് നമുക്കൊന്ന് പീൽ ചെയ്തെടുക്കാം. ഇത് കുറച്ച് ചെറിയ പീസായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ടിടാം. ഇത് നമ്മളൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് പോകട്ടെ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കാം. അപ്പോൾ ഇത് നമുക്ക് അടുപ്പത്തേക്ക് വെക്കട്ടെ. ഈ ക്യാരറ്റ് നന്നായിട്ടൊന്ന് വെന്തിട്ടൊന്ന് സോഫ്റ്റായിട്ട് വരട്ടെ. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യട്ടെ. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് ഇരുന്നിട്ട് ഒന്ന് ചൂടാറിയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇടട്ടെ. നമുക്കൊന്ന് അരച്ചിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഞാനേ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് വേണം. അപ്പോൾ ഞാനിവിടെ ആപ്പിളും എടുത്തിട്ടുണ്ട്, ബനാന എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പഴവും നമുക്കൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. പിന്നെ അടുത്തത് നമുക്ക് വേണ്ടത് ചിയ സീഡ്സ് ആട്ടെ, അവിടെ മെയിനായിട്ടുള്ള സാധനം. അപ്പോൾ ഇത് ഞാനിവിടെ ഇതേപോലെ ഈ ടേബിൾ സ്പൂണിൽ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ടായി. നിങ്ങൾക്ക് എന്തോരം വേണമെന്ന് വെച്ചാൽ അത്രയ്ക്ക് എടുക്കുക. എന്നിട്ട് ഇത് നമ്മളിപ്പോൾ ഞാനൊരു 3 മണിക്കൂറായിട്ടുണ്ട് കേട്ടോ അത് വെള്ളത്തിൽ കുതിരാൻ വേണ്ടിയിട്ട് വെച്ചത്. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് ജ്യൂസ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. ഇനി അടുത്തത് നമ്മളിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കണ പഴം ചേർക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സുകളൊക്കെ ചേർക്കാം കേട്ടോ. പിന്നെ ആപ്പിൾ ചേർക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ. ചിയ സീഡ്സ് ഇതിനകത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. നമ്മുടെ ചിയ സീഡ്സ് ഇതിനകത്ത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇത് നമ്മൾ റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോകട്ടെ. അപ്പോൾ ഞാനിവിടെ എന്താ നോക്കിക്കേ, ഇത് ഫ്രോസൺ ബ്ലൂബെറി ആയിട്ട് എടുത്തേക്കുന്നത്. അത് നിങ്ങൾക്ക് എന്തോരം വേണമെന്ന് വെച്ചാൽ അത്രയ്ക്ക് എടുക്കുക. ഞാനിവിടെ ഇത്രയ്ക്ക് എടുത്തിട്ടുണ്ട്. അത് മിക്സിയുടെ ജാറിലേക്ക് ഇടാം. പിന്നെ കുറച്ച് ബദാം ഇതിൻ്റെ ഒപ്പം തന്നെ ഇടാം. നമുക്കതിനെ ഫുള്ളായിട്ട് അറിയേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് കടിക്കാൻ വേണ്ടിയിട്ട് കിട്ടണം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇട്ടോട്ടെ. പിന്നെ കുറച്ച് ഈന്തപ്പഴം, ഒരു മധുരത്തിനും പിന്നെ ഒരു ടേസ്റ്റിനും വേണ്ടിയിട്ട്. പിന്നെ അടുത്തത് നമുക്ക് മെയിനായിട്ട് വേണ്ടത് നമ്മുടെ ചിയ സീഡ്സ്. ഞാൻ സാധാരണ 2 ടേബിൾ സ്പൂണാണ് ഇടാറുള്ളത്.
2. ഇത് ഫസ്റ്റ് നമുക്ക് എല്ലാം കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയിട്ടെടുക്കാം. ഞാനിതിലേക്ക് പാല് ചേർക്കട്ടെ. കുറച്ച് പാല് ചേർത്തിട്ടുണ്ടായിരുന്നു, റെക്കോർഡ് ഓണായിരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് സ്മൂത്തി എന്തോരം ലൂസായിട്ട് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് നിങ്ങൾ പാല് ചേർത്തിട്ട് ഒന്നും കൂടി നമ്മളൊന്ന് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടി പോട്ടെ. അപ്പോൾ നമ്മുടെ ചിയ സീഡ്സ് വെച്ചിട്ടുള്ള 3 നല്ല ഹെൽത്തി ആയിട്ടുള്ള 3 റെസിപ്പികൾ, 3 വിഭവങ്ങൾ റെഡി ആയിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ സ്ഥിരം കുടിക്കാറുള്ളത് നമ്മുടെ ഈ ബ്ലൂബെറി സ്മൂത്തി ആയിട്ടാണ്. ഈ ബ്ലൂബെറി സ്മൂത്തിക്ക് ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഇത് അടിച്ച വഴിക്കാണ് നമ്മൾ കുടിക്കണം. അല്ലെങ്കിൽ നമ്മൾ വെച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ചിയ സീഡ്സും കൂടിയിട്ട് നമ്മൾ അടിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അത് വെക്കും തോറും അതിങ്ങനെ ഭയങ്കര തിക്കായിട്ട് വരും. പിന്നെ എന്താ പറയുക, ഭയങ്കര ഇങ്ങനെ ഒരു ജെല്ലി പോലെ ഇങ്ങനെ വരും. അതിൻ്റെ ഒരു ടെക്സ്ചർ അങ്ങനെ വരുമ്പോൾ നമുക്കത് കുടിക്കുമ്പോൾ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. പക്ഷേ ഇത് അടിച്ച വഴിക്കാൻ ഗ്ലാസ്സിലേക്ക് ഒഴിക്കുക, അപ്പം തന്നെ കുടിക്കുക, നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. അത് ഞാൻ എല്ലാ ദിവസവും ഞാൻ കുടിക്കുന്നുണ്ട്. ഇത് ഒരു ഗ്ലാസ് കുടിച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉച്ച വരെ പിന്നെ നമുക്ക് വിശക്കൊന്നുമില്ല. കാരണം ഇതിനകത്ത് നമ്മൾ ആൽമണ്ടും പിന്നെ ഈന്തപ്പഴവും പിന്നെ നമ്മുടെ ചിയ സീഡ്സൊക്കെ ചേർത്തിട്ടാണല്ലോ നമ്മൾ റെഡിയാക്കിയിട്ട് എടുത്തേക്കുന്നത്. അത് ഭയങ്കര ഹെൽത്തി ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ബ്ലൂബെറി ഇല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഫ്രൂട്ട്സുകൾ വെച്ചിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ റെഡിയാക്കിയിട്ട് എടുക്കുക. പിന്നെ സ്മൂത്തിയൊക്കെ എപ്പോഴും നിങ്ങൾ റെഡിയാക്കിയിട്ട് എടുക്കുമ്പോൾ ഈ ഫ്രൂട്ട്സുകൾ നിങ്ങൾ ഫ്രീസറിൽ വെച്ചിട്ട് ഫ്രീസ് ചെയ്തിട്ട് വേണം കേട്ടോ സ്മൂത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴായിരിക്കും ആ സ്മൂത്തിയുടെ ആ ശരിക്കുള്ള ടെക്സ്ചർ കിട്ടുക. ഇപ്പോൾ പഴമൊക്കെ ആയിരുന്നാലും അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതേപോലെ തന്നെ സ്മൂത്തി റെഡിയാക്കിയിട്ട് എടുക്കുക. അപ്പോൾ പഴമൊക്കെ ഫ്രീസറിൽ എടുത്ത് വയ്ക്കാം. അപ്പോൾ അത് നമ്മൾ അടിക്കുമ്പോൾ അതിന് നല്ലൊരു കട്ടി ഉണ്ടാവും, സ്മൂത്തിയുടെ പോലെ നല്ലൊരു ഇതുണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ ഫ്രഷ് ആയിട്ട് പഴം വെച്ചിട്ട് നമ്മൾ സ്മൂത്തി അടിക്കുക, അല്ലെങ്കിൽ എന്ത് സാധനം ആയിരുന്നാലും, മാങ്ങ ആയിരുന്നാലും പൈനാപ്പിൾ ആയിരുന്നാലും എന്ത് സാധനം വെച്ചിട്ട് നിങ്ങൾ ഫ്രൂട്ട്സ് വെച്ചിട്ട് നിങ്ങൾ സ്മൂത്തി ഉണ്ടാക്കുമ്പോൾ അത് ആദ്യം തന്നെ ഫ്രീസ് ചെയ്തിട്ടാണ് സ്മൂത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ ഈ ബാറുണ്ടല്ലോ, ഇതായിരുന്നാലും ഭയങ്കര ഹെൽത്തിയാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് ഓഫീസിലേക്ക് പോകുന്നവർക്കൊക്കെ ആയിരുന്നാലും ഡെയിലി ഇതെങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെയിലി ഓഫീസിലേക്ക് പോകുമ്പോൾ ഓരോന്ന് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എടുക്കുക. ഇതാണെങ്കിലും നല്ല ഹെൽത്തിയാണത്. ഇതായിരുന്നാലും ഞാൻ എപ്പോഴും വീട്ടിൽ ഉണ്ടാക്കി വെക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലൊക്കെ പോകുമ്പോഴൊക്കെ ആയിരുന്നാലും ഇത് കയ്യിൽ പിടിച്ചാൽ മതി, നമുക്ക് വിശക്കുമ്പോൾ ഇതൊരെണ്ണം കഴിച്ചാൽ മതി. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ക്യാരറ്റ് വെച്ചിട്ടുള്ള നമ്മുടെ ജ്യൂസ്, ഇത് ഞാൻ അധികം ഉണ്ടാക്കാറില്ല. കാരണം ഇത് നമ്മൾ ജ്യൂസ് ക്യാരറ്റൊക്കെ തിളപ്പിച്ചിട്ടൊക്കെ എടുക്കണമല്ലോ. പിന്നെ ക്യാരറ്റ് എനിക്ക് അത്രയ്ക്കാണ് ഇഷ്ടമുള്ള സാധനമല്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഞാൻ അങ്ങനെ ഉണ്ടാക്കാറില്ല. പക്ഷേ ക്യാരറ്റിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്കൊക്കെ ഇത് നല്ല ഇഷ്ടമായിരിക്കും. അപ്പോൾ ഞാൻ കഴിച്ച് നോക്കിയിട്ട് ടേസ്റ്റ് പറയാം. അപ്പം ഇത് കഴിക്കട്ടെ. നട്സ് പൊട്ടി താഴുണ്ട്, നല്ല രുചിയായിട്ട് ശരിക്കും. എൻ്റെ ക്യാമറയിൽ ചാർജില്ല, ബാറ്ററി വീക്കായി എൻ്റെ സിമ്പിള് വന്നുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ ഇപ്പം തന്നെ ഓഫായി പോകും. അപ്പം അത് നല്ല രുചിയുണ്ട്, നമ്മൾ ഉറപ്പായിട്ട് ഉണ്ടാക്കി നോക്കാം. ഇന്നത്തെ ചിയ സീഡ്സ് ചേർത്തോണ്ട് തന്നെ പെട്ടെന്ന് നമുക്കൊന്ന് കടിച്ചിട്ട് വിടാൻ വേണ്ടി പറ്റാം. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ ബ്ലൂബെറി സ്മൂത്തി. ഇതിപ്പോൾ നമ്മൾ അടിച്ചിട്ട് കുറച്ച് നേരമായിട്ടുണ്ട് കേട്ടോ. കാരണം ഞാൻ ഇപ്പോൾ ഇവിടെ നമ്മുടെ ബാൽക്കണിയിൽ വന്നിരിക്കണം, അപ്പോൾ ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഞാൻ പറഞ്ഞില്ലേ, അടിച്ച വഴിക്കാണ് കുടിക്കുന്നത്. ഇതിപ്പോൾ ഇരുന്നിട്ട് ഒരു ഒട്ടണ പോലത്തെ ഒരു ടെക്സ്ചർ വന്നിട്ടുണ്ടാവും ഇതിന്. അപ്പോൾ അത് അടിച്ച വഴിക്കാന് കുടിച്ചോ, നല്ല സൂപ്പർ സാധനം കേട്ടോ. അപ്പം അത്രയ്ക്ക് കുഴപ്പമില്ല കേട്ടോ. ചില സമയത്ത് ഞാൻ ഭയങ്കര തിക്കായിട്ട് എടുക്കുമ്പോൾ അതിങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഭയങ്കര സ്റ്റിക്കി പോലെ ഇരിക്കാറുണ്ട്. പക്ഷേ ഇതിനിപ്പോൾ അത്രയ്ക്ക് കുഴപ്പം തോന്നണില്ല. കാരണം ഞാൻ അത് ബ്ലൂബെറിയൊക്കെ ഞാൻ കുറച്ച് ചേർത്തിട്ടുണ്ട്. ചില സമയത്ത് ഞാൻ അടിക്കുമ്പോൾ കുറേ ഇടും ബ്ലൂബെറി. അടിപൊളി. അത്രയ്ക്ക് അതായിട്ട് വന്നിട്ടില്ല കേട്ടോ. അത് നല്ല ഹെൽത്തിയാണ്. ഇങ്ങനെയൊക്കെ നമ്മൾ ചിയ സീഡ്സ് നമ്മൾ ഇട്ട് കഴിക്കുമ്പോഴാട്ടോ നമ്മൾ അറിയില്ല. നമ്മൾ സാധാരണ സ്മൂത്തി കുടിക്കുമ്പോൾ അങ്ങനെ കഴിക്കുന്ന ഒരു ടെക്സ്ചറിൽ നമുക്ക് കണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും. എൻ്റെ കൈമേക്ക് ഈ ഗ്ലാസ് മേന്നതായിട്ടുണ്ട്, ഞാൻ പേപ്പർ ടവലും കൊണ്ടുവന്നില്ല. ഓക്കെ, പിന്നെ അടുത്തത് നമ്മുടെ ക്യാരറ്റ്. ഇതിനകത്ത് മധുരമൊന്നും നമ്മൾ ചേർത്തിട്ടില്ല, പക്ഷേ ഇതിനകത്ത് ഈ ഫ്രൂട്ട്സിനൊക്കെ അത്യാവശ്യം നല്ല മധുരം ഉണ്ടല്ലോ. അപ്പോൾ ഇതൊന്ന് കഴിച്ചോട്ടെ.
ഇതിന് ജ്യൂസ് കുടിക്കുമ്പോൾ നമുക്ക് തീരെ മധുരമില്ല. പിന്നെ നമ്മൾ ആപ്പിളൊക്കെ കൂടിയിട്ട് നമ്മൾ അതിൻ്റെ കൂടെ അടിച്ച് കഴിക്കുമ്പോൾ അതായിരുന്നാലും നല്ല ടേസ്റ്റ് ഉണ്ട്. വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മധുരം ചേർക്കും, പക്ഷെ മധുരം ചേർക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് ഫ്രൂട്ട്സ് ചേർത്താൽ മതി നിങ്ങൾ. സ്പൂണ് കൊണ്ട് കോരി കഴിക്കണം. അപ്പോൾ ഇത് 3 ആയിരുന്നാലും നല്ല ഹെൽത്തിന് വെറുതെ പറയുന്നതല്ല കേട്ടോ. നിങ്ങൾക്ക് സ്ഥിരമായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റിയ ചിയ സീഡ്സ് വെച്ചിട്ട്, ചിയ സീഡ്സിൽ കണ്ടമാനം ഫൈബർ ഉണ്ട്, കാൽസ്യം ഉണ്ട്, മാഗ്നീഷ്യം ഉണ്ട്. എനിക്കാണ് ചിയ സീഡ്സിൽ ഇല്ലാത്ത സാധനങ്ങളൊന്നും ഇല്ല. നമുക്ക് ഒരുപാട് ഫൈബറുള്ള സാധനമാണ് ചിയ സീഡ്സ് എന്ന് പറയുക. അപ്പോൾ അതുകൊണ്ടാണ് ചിയ സീഡ്സ് ഞാനങ്ങനെ കഴിച്ചു തുടങ്ങിയത്. അപ്പോൾ പിന്നെ നമുക്ക് ക്ഷീണമൊന്നും ഉണ്ടാവില്ല. എപ്പോഴും നല്ല എന്താ പറയുക, നല്ല പ്രിസർപ്പിൽ ഇരിക്കാനൊക്കെ പറ്റും. പിന്നെ മുടിക്കൊക്കെ ഭയങ്കര നല്ലതാണ്, സ്കിന്നിനൊക്കെ ഭയങ്കര നല്ലതാണ്, സ്കിന്നൊക്കെ നല്ല ഗ്ലോ ചെയ്യും. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ എനിക്ക് നാട്ടിലേക്ക് ആയപ്പോൾ നമുക്ക് ബ്ലൂബെറി ചിലപ്പോൾ അത്രയ്ക്കൊന്നും കിട്ടില്ലായിരിക്കും. അപ്പോൾ നിങ്ങൾ ബാക്കിയുള്ള ഫ്രൂട്ട്സുകളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് നോക്കാം. പിന്നെ ഇതേപോലെ ചെയ്ത് നോക്കാം. ഇത് നിങ്ങൾ എന്തായിരുന്നാലും മസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്തിട്ട് വീട്ടിൽ ഉണ്ടാക്കി വയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റിയ ഒരു ബോളാണിത്. അത് നിങ്ങൾ ട്രൈ ചെയ്യുന്നത്. പിന്നെ കൂടുതൽ വേറെ വിശേഷങ്ങളൊന്നുമില്ല. നമ്മുടെ താറാവിനെ നയിച്ചിട്ടിട്ടില്ലെന്നേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ വന്ന് നിൽക്കുമ്പോൾ എങ്ങനെയാണെന്ന് അറിയൂടെ എന്തെങ്കിലും എൻ്റെ കുഞ്ഞൊരു സൗണ്ട് കേട്ടാൽ മതി, അപ്പോഴേക്കും അവിടെ നിന്നിട്ട് ഭയങ്കര സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ സമ്മറൊക്കെ ആകുമ്പോൾ ഈ പുതിയ ചെടികളൊക്കെ വരുന്ന സമയമുള്ള താറാവുകളാണ് അത്ര ശല്യം ചെയ്യില്ല. കോഴികളാണ് എന്തെങ്കിലും സാധനങ്ങളൊക്കെ പൊന്തി വരുമ്പോൾ ചിലപ്പോൾ അങ്ങനെ കൊത്തില്ല, ചില സമയത്ത് ചിലപ്പോൾ അവർ കൊത്തും. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും ഞാൻ അവരെ അയച്ചിട്ടില്ല. ഇപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ അയച്ചിടും. പിന്നെ അവർക്ക് ഇപ്പോൾ സമ്മറായിപ്പോൾ നേരെ ഇരുട്ടാവാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇവിടെ ബില്ലൂസി കോഴികളൊക്കെ കയറിയിട്ടുണ്ട്. ഇവിടെ ബില്ലൂസികൾ താഴെ ഇറങ്ങാം അങ്ങോട്ട്. നമ്മളാ കിളിക്കൂട്ടിൽ ഇതാ നോക്കിക്ക് കുറേ കിളികൾ വരുന്നുണ്ട് കേട്ടോ. നല്ല രസമാണ് അവരെ നോക്കിയിരുന്നിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ. നമ്മുടെ ചെറിയ ബ്ലോസത്തിൻ്റെ പൂ വിരിഞ്ഞിട്ട് അത് നമ്മുടെ ചെറിയ മരമാണ്. അവിടെ ഫ്രണ്ടിൽ വലിയ മരം നിൽക്കുന്നുണ്ട്, അതുമ്പോൾ നിറച്ചും പൂ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ നാളത്തെ വീഡിയോയിൽ കാണിക്കാം. ഇവിടെ നല്ല തണുപ്പുണ്ട്, ചെറുതായിട്ട് തണുത്ത കാറ്റ് വീശുന്നുണ്ട്. പിന്നെ ഉണ്ടല്ലോ നമ്മുടെ ജ്യൂസും പിന്നെ നമ്മുടെ ബോളൊക്കെ അവിടെ നിന്നിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ക്യാമറയിൽ ബാറ്ററി ഞാൻ പറഞ്ഞിരിക്കാൻ നിർത്തി, ക്യാമറ ഓഫായി പോയത് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അടുക്കളയിൽ വന്ന് പിന്നെ അടുക്കളയിൽ കുറേ പാത്രങ്ങളൊക്കെ കഴുകാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വീട്ടിൽ കുറേ പണികളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പിന്നെ പുറത്തേക്ക് ഇറങ്ങി കോഴികളൊക്കെ കഴിച്ചിട്ട് അങ്ങനെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയത് ഇങ്ങോട്ടേക്ക്. ചൂടങ്ങടെ ആയിട്ടില്ല, നല്ല തണുപ്പ് പുറത്തേക്ക് ഇറങ്ങിയിട്ട്. അതാണ് നമ്മുടെ അമേരിക്കയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള നമ്മുടെ ചെറി ബ്ലോസം ആയിട്ട് ഈ കാണണത്. ഇത് ചെറിയ വലിയ മരമാണ്, പക്ഷേ ഇത് നമ്മൾ എല്ലാ വർഷവും നമ്മൾ വെട്ടി നിർത്തും. ഇത് നമ്മൾ ചട്ടിയിലാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കാണാനായിരുന്നാലും നമുക്ക് നല്ല ഭംഗിയാണ്. ഇത് വലിയ മരമായിട്ട് പോയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അത്രയ്ക്കും ഭംഗി ഉണ്ടാവില്ല. പൂവിൻ്റെ കളറ് ഉള്ള ഭംഗിയുള്ള കളറാട്ടെ. ഇത് രസമാണെന്നറിയാം കളറ് കാണാൻ വേണ്ടിയിട്ട്. 5-6 മുട്ടകളൊക്കെ ഇനിയും വിരിയാനുണ്ട്. ഇപ്പോൾ ഓണത്തിൻ്റെ സമയമൊക്കെ ആയിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേണ്ട പൂവുണ്ടായിരുന്നു നമുക്ക് പൂക്കളിടാൻ വേണ്ടിയിട്ട്. ആ മാതിരി പൂവാണ്.
നമ്മുടെ കിളികളുടെ അവിടെ നിന്ന് വീഴുന്ന ആ ഫുഡ് ഉണ്ടല്ലോ, അത് കോഴികൾക്ക് വലിയ ഇഷ്ടമാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അവരത് കഴിക്കാൻ നിൽക്കുന്നതാണ് കാണണത്. നാളെ മറ്റേ വലിയ മരം കാണിക്കട്ടെ. അപ്പോൾ നിറച്ചും പൂവുണ്ടായി നിൽക്കണുണ്ട്. ഇന്നിപ്പോൾ ഭയങ്കര തണുപ്പായി. അവിടെ ഓടി നടക്കുന്നത് അണ്ണാനാട്ടാ. പുല്ലിനൊക്കെ നല്ല പച്ചപ്പ് വന്നിട്ടുണ്ട്. നമ്മൾ പുല്ലിന് വളമാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കോഴികൾക്ക് വേണ്ട പുല്ലായിട്ടുണ്ട് കൊത്തി കഴിക്കാൻ വേണ്ടിയിട്ട്. അണ്ണാൻ അവിടെ നിന്നിട്ട് കയ്യിൽ എന്തോ കഴിക്കാൻ വേണ്ടിയിട്ട് കിട്ടിയിട്ടുണ്ട്. അത് എഴുന്നേറ്റ് നിന്നിട്ട് അവിടെ നിന്നിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. മരത്തുമ്മ പുതിയ ഇലകൾ വന്നതാട്ടാ. ഇതേപോലെ ചെറിയ ഒരു തത്തമ്മ പച്ച കളർ കണ്ടില്ലേ, അത് പുതിയ ഇലകൾ വന്നതുകൊണ്ടായിട്ട് അങ്ങനത്തെ കളറായിട്ട് നമുക്ക് തോന്നണത്. എല്ലാ മരത്തുമ്മയും പുതിയ ഇലകൾ വന്നത്. ഇവിടെ എല്ലാ മരത്തുമ്മയും അങ്ങനെ തന്നെയാണ്, പുതിയ ഇലകൾ വരാൻ ചെയ്യുക. എല്ലാ ഇലകളും പോവുമല്ലോ തണുപ്പ് തുടങ്ങുമ്പോൾ. ഇലകൾ വരുന്നത് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാണ്. പിന്നെ നമ്മുടെ ആ പുല്ലിലും കിളികളൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ചുമന്ന കിളിയൊക്കെ ഉണ്ടല്ലോ, കാടിനൽ എന്നിട്ട് അതിന് പറയുന്നത്. ആ കിളിയൊക്കെ ഇതവിടെ നിൽക്കുന്നുണ്ട്. ക്യാമറയിലേക്ക് എത്രയൊക്കെ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞൂടെ. നമ്മുടെ അണ്ണാങ്കൂട്ടം പോയിട്ടില്ല കേട്ടോ, അവൻ അവിടെ കിടന്ന് ചാടി കളിക്കുന്നുണ്ട്. കോഴികൾ ഇവിടെ നിന്ന് എല്ലാവരും അങ്ങോട്ടേക്ക് ഓടി. ഞാനിങ്ങോട്ടേക്ക് പുല്ലിലേക്ക്, മൊത്ത കാറ്റ്, ഞാനിങ്ങോട്ടേക്ക് പുല്ലിലേക്കാണ് കിടന്ന് ഇപ്പോൾ എല്ലാവരും എൻ്റെ പിന്നാലെ ഇങ്ങോട്ടേക്ക് വന്നതാണ്. എൻ്റെ ഒന്ന് കോഴികളവിടെ നിൽക്കുന്നുണ്ട് കിളിക്കൂടിൻ്റെ അടുത്ത്. താറാൻകുട്ടികൾ കൂട്ടിലിട്ടത് അവരെ പുറത്തെ കൂട്ടിൽ നിന്ന് ഇറങ്ങണുണ്ടല്ലേ. അവർ ഇറങ്ങണുണ്ടായിരുന്നില്ല. ഞാനവിടെ പുറത്ത് കൂടിൻ്റെ അവിടേക്ക് വാതിൽ തുറന്ന് വെച്ച് കൊടുത്തിട്ട് പോന്നിട്ടുണ്ടായിരുന്നേ. ഞങ്ങൾ വീഡിയോയിൽ കണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. അവിടെ നിൽക്കണല്ലേ, ഇറങ്ങണ്ടല്ലേ. അവരാദ്യമായിട്ടാണ് കൂട്ടിൽ നിന്ന് മറ്റേ കൂട്ടിലേക്ക് പുറത്തേക്ക് ഇറങ്ങണത്. ഞാൻ ഡോറ് തുറന്ന് വെച്ചിട്ടുണ്ടായിരുന്നു, ഇറങ്ങണമെങ്കിൽ ഇറങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ട്. പുറത്ത് നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ട്. എല്ലാ മരത്തും ഇലകളൊക്കെ വന്നു തുടങ്ങിയിട്ടില്ല, ഇലകളൊക്കെ വരണുള്ളൂ. ഇപ്പോൾ വൈകുന്നേരം ഇപ്പോൾ കിളികളൊക്കെ പോയി തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു കിളിയുള്ളൂ. ഉച്ച നേരം അല്ലെങ്കിൽ രാവിലെ നേരമൊക്കെ ആകുമ്പോൾ നിറച്ചും കിളികളായിരിക്കും ഈ മരത്തുമ്മ. ഇപ്പോഴും ആ മരത്തുമ്മ കുറച്ച് കിളികളൊക്കെ ഇരുന്നിട്ട് പറക്കുന്നുണ്ട്.
നമ്മുടെ നല്ല ഭംഗിയുള്ള ചുമന്ന കിളി വന്നിട്ടുണ്ട്. വന്ന വഴിക്ക് തന്നെ പറന്നു പോയി. ചില സമയത്ത് അവർ 5-6 കൂടിയിട്ട് ഒരുമിച്ച് വരും കേട്ടോ. ആ കിളി വെള്ളം കുടിക്കുന്ന കണ്ടില്ലേ? ആരോ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കിളിക്ക് വെള്ളം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. കിളിക്ക് വെള്ളം വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഇവിടെ എപ്പോഴും നമ്മൾ താറാവിന് അവിടെ ടബിൽ വെള്ളം നിറച്ചിട്ടേക്ക്. അപ്പോൾ ആ കിളികൾക്കും ആവശ്യം പോലെ വന്നിട്ട് കുടിച്ചിട്ട് പോവാം. അത് ഇവിടെ ഇരുന്നിട്ട് കുറേ നേരമായി ഫുഡ് കഴിക്കുന്നത്. ആ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് വെള്ളം കുടിക്കുന്നതാണ് കാണണത്. ചില കിളികൾ കിടന്നിട്ട് നല്ല പാട്ട് പാടുന്നുണ്ട് കേട്ടോ. ശരിക്കും പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രസം അവിടെ കാണാൻ വേണ്ടിയിട്ട്. ആ കോഴി ബില്ലൂസി കോഴി ചെന്നിട്ട് അതിനെ ഓടിച്ച് കളഞ്ഞു. അവിടെ രണ്ടാമത് ആ കിളി തീറ്റ തന്നെ വേണ്ടിയിട്ട് വരുന്നുണ്ട്. വെള്ളം കുടിക്കുക, ഭക്ഷണം കഴിക്കുക, എന്താ സുഖം. അപ്പോൾ നമ്മൾ മിയാ കിച്ചണിൽ ലാസ്റ്റ് നമ്മൾ പൈനാപ്പിൾ വട്ടയപ്പം ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് മുമ്പ് നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ കിളികളുടെ ഒരു വീഡിയോ ഒക്കെ ആയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല രസമുള്ള വീഡിയോ ആയിരുന്നു കേട്ടോ അത്. ഞാൻ വിചാരിച്ച അത്രയ്ക്ക് ആൾക്കാർ ആ വീഡിയോ കണ്ടില്ല. പക്ഷേ നിങ്ങൾ കണ്ടവർക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ട് തോന്നുന്നു. നിങ്ങൾ കുറേ പേരൊക്കെ അതിനകത്ത് നല്ല നല്ല കമൻസുകളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാനത് ഇതിലും കൂടുതൽ ആൾക്കാർ കാണുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ശരിക്കും വീഡിയോ ഞാൻ വിചാരിച്ച അത്ര ആൾക്കാർ കാണണ്ടായി. ഇപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു അത്. കാരണം നമ്മളങ്ങനെ പിടിച്ചിട്ടേ നമ്മളങ്ങനെ ഇടുമ്പോൾ അത്രയ്ക്ക് അധികം ആൾക്കാർ ചില വീഡിയോകൾ കാണില്ല. നല്ല രസമാണ്. നിങ്ങൾ കാണാത്തവരുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാണാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. ഇത് നമ്മൾ മരം കൊത്തി ഇത് അവിടെ വന്നിരിക്കണം. മരം കൊത്തി ഇവിടെ 2 കളർ വരും കേട്ടോ. ബ്ലാക്കും വരും, പിന്നെ വേറെ റെഡും വരും. പിന്നെ ചില കിളികളൊക്കെ ഉണ്ട് കേട്ടോ, നല്ല മഞ്ഞക്കിളിയൊക്കെ വരാറുണ്ട്. പക്ഷെ അതിന് നമുക്കതിനെ അത്രയ്ക്കാണ്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റില്ല. അവർ നമ്മളെ കാണുമ്പോൾ അവർ പെട്ടെന്ന് പറന്നു പോകും. മരം കൊത്തി ഇതാ വരുന്നുണ്ട്. മറ്റേ കിളിയുടെ അപ്പുറത്ത് ഇരുന്നിട്ട് ഫുഡ് കഴിക്കണേ. ഈ കിളികളെ നോക്കിയിരുന്നിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ നേരം പോകുന്നത് അറിയില്ല. കാരണം പല തരത്തിലുള്ള കിളികൾ വന്നുകൊണ്ടിരിക്കും. ഇപ്പം നേരെ ഇരുട്ടായതുകൊണ്ട് അങ്ങനെ കിളികൾ അധികം ഇല്ലാത്തത്. അല്ലെങ്കിൽ എന്തുമ്പോൾ നിറച്ചും കിളികളായിരിക്കും. ഇതൊരു കൂട്ടിൽ ഫുഡ് തീർന്നിരിക്കുക. ഈ കിളികൾ വരുന്നുണ്ട്. ഞാനിവിടെ വന്നിക്കണേ അവരങ്ങനെ അധികം വരാത്തത്. ആ ചുവന്ന കിളി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതാ. ഞാനിവിടെ നിൽക്കണേ അവരിൽ ഇങ്ങോട്ടേക്ക് വരാത്തത്. അത് ആൺകിളി കേട്ടാ. കാർഡിനൽ എന്നാണ് അതിൻ്റെ പേര്. അതിൻ്റെ പെണ്ണിന് അത്രയ്ക്ക് ഭംഗിയില്ല. സാധാരണ അല്ലെങ്കിലും പെൺകിളികൾക്ക് അത്രയ്ക്ക് ഭംഗി ഉണ്ടാവില്ലല്ലോ. എല്ലാത്തിലും അങ്ങനെ തന്നെയും തോന്നും. ഇവർ 2 പേര് സെയിം ആൾക്കാർ, കപ്പിൾസാന്ന് തോന്നുന്നു. ഇവരുടെ പിന്നെ കളറ് ബ്ലാക്ക് ആയതുകൊണ്ട് നമുക്ക് പിന്നെ ആണാണോ പെണ്ണാണോ എന്ന് എനിക്കതിനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. 2 പേര് അപ്പുറത്ത് നിന്നിട്ടാണ് കഴിക്കണേ. എന്നെ ഹൈഡ് ചെയ്ത് നിന്നിട്ടാണ് കഴിക്കണേ. നമ്മുടെ താറാവുകൾ പുലിയിട്ടൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് വരുന്നതിനാണ് ഞാനുള്ളത്. ഈ കിളികൾക്കൊന്നും പിന്നെ അത്രയ്ക്ക് പേടിയില്ല കേട്ടോ. നമ്മളിപ്പോൾ അടുത്തേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് പെട്ടെന്നൊന്നും അവർ പറന്നു പോകത്തില്ല. 2 പേരും അവിടെ മരത്തുന്നിരിക്കുക. ഓക്കെ, ഞാൻ പോട്ടെ വീട്ടിലേക്ക്. നമ്മൾ ഹസ്ബൻഡിൻ്റെ ഉറക്കം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവിടെ നിൽക്കണതാ. ഡോറടച്ചേക്കണേ.
അവിടെ പോണേ മാക്കാൻ. നമ്മുടെ ഒരു ബില്ലൂസി കോഴിയാണ്. അവിടെ ഞാൻ കഴിഞ്ഞ ദിവസം കിളിക്ക് ഫുഡ് കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു ഇച്ചിരി തീറ്റ അവിടെ പാത്രത്തിൽ നിന്ന് മുകളിൽ കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. ആ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അവൾ അതിൻ്റെ മുകളിൽ കയറിയിരുന്നത്. ചിലവർക്ക് ഭയങ്കര കുറുമ്പാണ്.
അപ്പോൾ അങ്ങനെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ചിയ സീഡ്സ് വെച്ചിട്ടുള്ള ആ 3 എണ്ണത്തിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടമായി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ.